സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇൻ്റഗ്രേഷൻ ബൈ പാർഷ്യൽ ഫ്രാക്ഷൻ എന്ന ടോപ്പിക്കാണ്. ബോർഡ് എക്സാമിന് ഇൻ്റഗ്രേഷൻ യൂസിങ് സം പർട്ടിക്കുലർ ഫംഗ്ഷൻസിൻ്റെ വെയിറ്റേജ്, അതായത് 3 മാർക്സ് സെഷനിൽ വരുന്ന ഒരു ടോപ്പിക്കാണ് പാർഷ്യൽ ഫ്രാക്ഷൻ. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ കാണുന്നതിന് മുന്നേ പർട്ടിക്കുലർ ഫംഗ്ഷൻസിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് കണ്ടിട്ട് മാത്രം ദയവായി ആൾക്കാരെയും കൊണ്ടുവരിക. കാരണം അത് പഠിച്ചാലേ നമുക്ക് ഇതിലുള്ള പ്രോബ്ലംസ് എല്ലാം ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇൻ്റഗ്രേഷൻ ഒരു സ്റ്റെപ്പ് കയറുന്നവരാണ്. താഴത്തെ സ്റ്റെപ്പ് കയറാൻ ഡയറക്റ്റ് നമുക്ക് ചാടാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, ഇതിന് മുന്നേ ഇട്ട വീഡിയോ ഉണ്ട്. ആ വീഡിയോയും കൂടി കണ്ടിട്ട് ആ വീഡിയോയിൽ ബേസ് പഠിക്കുക. ബേസ് പഠിച്ച് സെറ്റ് ആക്കുക. സ്റ്റാൻഡേർഡ് റിസൾട്ട്സ് ഉണ്ട്, അതെല്ലാം പഠിക്കുക. സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് എങ്ങനെ ചെയ്യുന്നു പഠിക്കുക. അതിനുശേഷം എന്താണ് പർട്ടിക്കുലർ ഫംഗ്ഷൻ്റെ ചെയ്താൽ അത് മസ്റ്റായിട്ട് പഠിക്കണം. ആ വീഡിയോ കണ്ടാൽ അതിൽ നിന്ന് ഏത് മുക്കുന്ന മൂലം എന്ന് ചോദിച്ചാൽ ഷുവറായിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. 3 മാർക്സ് കിട്ടും നമുക്ക്. ഓക്കെ, മാർക്സ് അല്ലാണ്ട് ഇതും ചെയ്യാൻ വേണ്ടിയിട്ട് അത് എന്തായാലും ഇത് ചെയ്യാൻ വേണ്ടി പറ്റുമല്ലോ. അതുകൊണ്ട് അത് കണ്ടിട്ട് ഈ വീഡിയോയിലേക്ക് എല്ലാവരും വരിക. ഓക്കെ, അപ്പോൾ നമുക്ക് പാർഷ്യൽ ഫ്രാക്ഷൻ വെച്ചിട്ട് എങ്ങനെ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇൻ്റഗ്രേഷൻ ബൈ പാർഷ്യൽ ഫ്രാക്ഷൻ. നമ്മളൊരു റാഷണൽ ഫംഗ്ഷനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിനെ പാർഷ്യൽ ഫ്രാക്ഷൻ്റെ രൂപത്തിലേക്ക് വരുന്നത്. അപ്പോൾ ഈ റാഷണൽ ഫംഗ്ഷൻ എന്താ? റാഷണൽ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ P/Q ഫോർമുലയിൽ വരുന്നതാണ്. അതിൽ പ്രോപ്പർ ഫംഗ്ഷൻ ഉണ്ട്, ഇംപ്രോപ്പർ ഫംഗ്ഷൻ ഉണ്ട്. പ്രോപ്പർ ഫംഗ്ഷൻ എന്താ വെച്ചാൽ ന്യൂമറേറ്ററിൻ്റെ ഡിഗ്രി ചെറുതും ഡിനോമിനേറ്ററിൻ്റെ വലുതും ആയിരിക്കും. ഇങ്ങനെ ന്യൂമറേറ്ററിൻ്റെ ചെറുതും ഡിനോമിനേറ്ററിൻ്റെ വലുതും. അതായത് ഇവിടെ ഈ കേസിൽ ന്യൂമറേറ്റർ ഒരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലാണ്, ഡിനോമിനേറ്റർ ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ. ഇല്ലെങ്കിൽ ന്യൂമറേറ്റർ എന്താണ് സെക്കൻഡ് ഡിഗ്രിയും ഡിനോമിനേറ്റർ തേർഡ്. ഡിനോമിനേറ്ററിൻ്റെ ഡിഗ്രി വലുതായിരിക്കണം, എന്നാൽ അതൊരു പ്രോപ്പർ ഫംഗ്ഷനാണ്. ഓക്കെ, നേരെ മറിച്ച് ഇപ്പം രണ്ടാളുടെ സെയിം ഡിഗ്രി ആണെങ്കിൽ, ഇപ്പോൾ ഇവിടെ നോക്ക്, രണ്ടാളുടെ സെയിം ഡിഗ്രിയാണ്, സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽസ് ഇവർ സെയിം ഡിഗ്രി, ഇല്ലെങ്കിൽ ന്യൂമറേറ്ററിൻ്റെ ഡിഗ്രി വലുത്, അങ്ങനെ വരുന്ന ഇതാണെങ്കിൽ അത് ഇംപ്രോപ്പർ ഫംഗ്ഷനാണ്. ഓക്കെ, അതായത് ഡിനോമിനേറ്ററിൻ്റെ ഡിഗ്രി ആയിരിക്കണം വലുത് വരേണ്ടത്. നമ്മൾ ഇവിടെ ഇപ്പോൾ ഇത് എടുത്ത് നോക്കിയാൽ നമ്മളെല്ലാം പ്രോപ്പർ ഫംഗ്ഷനാണ് നമ്മൾ ഇതിൻ്റെ റിസൾട്ട്സ് ഉള്ളത്. അപ്പോൾ ഇംപ്രോപ്പർ ആയിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ പ്രോപ്പർ ആക്കി മാറ്റിയതിന് ശേഷമാണ് നമ്മൾ ചെയ്യുന്നത്. അതിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലം കൂടി ഉണ്ട്, അത് നമ്മൾ ലാസ്റ്റ് ചർച്ച ചെയ്യും. ഓക്കെ, നമുക്ക് ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റിൽ വെച്ചാൽ ഇത് നോക്കിക്കോ, ഞാൻ പറഞ്ഞാൽ ഇത് എല്ലാം പ്രോപ്പർ ഫംഗ്ഷൻ ആയിരിക്കും. അതായത് ഇത് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ, സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ. കാരണം ബ്രാക്കറ്റിൻ്റെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ x² വരില്ലേ, x² പിന്നെ ബാക്കി അങ്ങോട്ട് വരും. അപ്പോൾ അതൊരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ, മേലെ ഒരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ. ഇങ്ങനെ x - a x - b മാത്രമാണെന്നുള്ളതെങ്കിൽ അത് നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? a/x - a പ്ലസ് b/x - b. ഓക്കെ, നെക്സ്റ്റ് എടുക്കുമ്പോൾ എന്താണ് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലും സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ x² വരുന്നുണ്ട്. അപ്പോൾ x - a ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ നമ്മൾ ഇത് എഴുതുമ്പോൾ a/x - a പ്ലസ് b/x - a അല്ല നമ്മൾ എഴുതുന്നുണ്ട് b/x - a ഹോൾ സ്ക്വയർ. അത് ശ്രദ്ധിക്കണം. ഓക്കെ, ഇതൊക്കെ സ്റ്റാൻഡേർഡ് റിസൾട്ട്സ് ആണ്, നമ്മൾ ഇങ്ങനെ തന്നെ പഠിക്കേണ്ടത്. അപ്പോൾ x - a ഹോൾ സ്ക്വയർ ആണ് നമ്മൾ ചെയ്യുന്നത് ഓർത്ത് വെക്കുക. നെക്സ്റ്റ് നമ്മൾ വരുമ്പോഴത്തേക്ക് ഇത് പ്രോപ്പർ തന്നെയാണ്. ഇത് സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ, ഇതാകുമ്പോൾ തേർഡ് ഡിഗ്രി പോളിനോമിയൽ. കാരണം എക്സിൻ്റെ എക്സ് അങ്ങനെ x² x² 3 x³ ആവും. അതുകൊണ്ട് തേർഡ് ഡിഗ്രി പോളിനോമിയൽ. ഇങ്ങനെ വരുമ്പോൾ 3 ആൾക്കാരുണ്ട്, x - a x - b x - c. അപ്പോൾ ഇവർക്കെല്ലാവർക്കും എന്താണ് a/x - a b/x - b c/x - c പ്ലസ്. ഓക്കെ, അടുത്തേൽ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അടുത്തേൽ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ, ഇതൊരു തേർഡ് ഡിഗ്രി പോളിനോമിയലാണ്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഓക്കെ ചെയ്യുമ്പോൾ ഇത് ചെയ്തിട്ടില്ല, ഇത് ചെയ്ത പോലെ തന്നെയാണ് ഇതിൻ്റെ ഫസ്റ്റ് ഹാഫ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, ഫസ്റ്റ് ഹാഫ് നമ്മൾ എങ്ങനെ ചെയ്യേണ്ടത്? ഇത് x - a ഹോൾ സ്ക്വയർ ഇൻറ്റു x - b ആണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഇവിടെ ചെയ്ത പോലെ തന്നെ അതേ സ്റ്റെപ്പ് തന്നെയാണ് ഇവിടെ വരുന്നത്. a/x - a പ്ലസ് b/x - a ഹോൾ സ്ക്വയർ. പിന്നെ ബാക്കിയുള്ള ആരാണ് x - b, അതായത് c/x - b ചെയ്താൽ നമുക്ക് അത് കിട്ടി. ഓക്കെ, ഇനി ലാസ്റ്റാണ് ഇത് പ്രത്യേകം സൂക്ഷിച്ച് നോക്കണം, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ, ഇത് തേർഡ് ഡിഗ്രി പോളിനോമിയലാണ്. പക്ഷേ ഇതെങ്ങനെ ഒരു തേർഡ് ഡിഗ്രി പോളിനോമിയൽ എഴുതിയില്ലേ? വേറെ എഴുതിയിട്ടില്ല. ഇതൊന്ന് ഒരു ഫസ്റ്റ് ഡിഗ്രിയും പിന്നെ ഒരു സെക്കൻഡ് ഡിഗ്രിയും എഴുതി നോക്കണം. അപ്പോൾ ഇതിൻ്റെ എങ്ങനെയാണ് വരത്ത് വെച്ചാൽ a/x - a പ്ലസ് bx പ്ലസ് c /x² പ്ലസ് bx പ്ലസ് c. ഓക്കെ, ഇത് എല്ലാവരും നോക്കി വെക്കണം. ഓക്കെ, ഇതിൻ്റെ പ്രോബ്ലം വരുന്നുണ്ട്, അത് ചെയ്യുമ്പോൾ നമുക്കെല്ലാം പക്കാ സെറ്റാക്കാം. ഓക്കെ, ഇതിൽ ക്വസ്റ്റ്യൻസ് അധികം എടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഷുവറായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതേ മോഡലായിരിക്കും ക്വസ്റ്റ്യൻസ് എല്ലാം വരാൻ വേണ്ടി പോകുന്നതുകൊണ്ട് ശ്രദ്ധിച്ച് എൻ്റെ പേര് ഫോളോ ചെയ്തിട്ട് തന്നെ കാണാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എങ്ങനെയുള്ളത്? 1/x + 1 ഇൻറ്റു x + 2 ഫോർമാറ്റിലല്ലേ. അപ്പോൾ ഇത് ഏത് ഫോർമാറ്റിൽ കണ്ടാൽ തന്നെ പറയാൻ പറ്റും, ഈ ഫോർമാറ്റിലല്ലേ. ഈ ഫോർമാറ്റിലാകുമ്പോൾ a b പറഞ്ഞിട്ട് സ്പ്ലിറ്റ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എങ്ങനെയുള്ളത്? 1/x + 1
ഇൻറ്റു എക്സ് പ്ലസ് ടു ഫോർമാറ്റിലല്ലേ. അപ്പോൾ ഇത് ഏത് ഫോർമാറ്റിലല്ലേ കണ്ടാൽ തന്നെ പറയാൻ പറ്റും, ഈ ഫോർമാറ്റിലാണല്ലേ അല്ലേ. ഈ ഫോർമാറ്റിലാകുമ്പോൾ എ ബി പറഞ്ഞിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് അങ്ങനെയാണ് അതുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നാട് ഒരു ഇൻ്റഗ്രൽ നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് അതിനെ ഐ ഇസിക്കൽ ടു പറഞ്ഞിട്ട് എഴുതണം. ഫസ്റ്റ് സ്റ്റെപ്പാണ് ഐ ഇസിക്കൽ ടു പറഞ്ഞിട്ട് എഴുതണം. അങ്ങനെ എഴുതി കൊടുത്തതിന് ശേഷം നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻ്റെ രീതിയിൽ എഴുതുന്നു. ഓക്കെ, എങ്ങനെ 1/x + 1 ഇൻറ്റു എക്സ് പ്ലസ് 2. 1 വെച്ചാൽ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലാണ്. പി എക്സ് പ്ലസ് ക്യൂ പോലെ തന്നെയാണ് 1. ഓക്കെ, അതെങ്ങനെ ഏതാ a/x + 1 പോളിനോമിയലാണ്. പി എക്സ് പ്ലസ് ക്യൂ പോലെ തന്നെയാണ് 1. ഓക്കെ, അതെങ്ങനെ ഏതാ a/x + 1 + b/x + 2. നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതാ ഇവിടെ നിന്നാണ് നമ്മൾ ആക്ച്വലി ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നത്. ഓക്കെ, ഇത് നമ്മൾ മൾട്ടിപ്ലൈ ത്രൂ ഔട്ട് ബൈ എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 2. അപ്പോൾ നമ്മൾ ഇവിടെ ആ സ്റ്റെപ്പ് കൊണ്ട് എന്താ ചെയ്യത്തില്ല വെച്ചാൽ നമ്മൾ ആ ഡിനോമിനേറ്റർ അങ്ങ് ഒഴിവാക്കി. നമ്മൾ ഒഴിവാക്കി. ഓക്കെ, ഇവിടെ ഡിനോമിനേറ്റർ ഉണ്ട്. ആ ഡിനോമിനേറ്റർ നമ്മൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അതിനെ മൾട്ടിപ്ലൈ ചെയ്തു ത്രൂ ഔട്ട്. അതായത് ഈ സൈഡ് ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു ഏത് ഡിനോമിനേറ്റർ വെച്ചിട്ട്. അപ്പോൾ ഇവിടുത്തെ ഡിനോമിനേറ്റർ ഒഴിവാക്കിയിട്ട് 1 ഇസിക്കൽ ടു, അപ്പോൾ എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 2 ഇൻറ്റു a/x + 1 വെച്ചാൽ എക്സ് പ്ലസ് 1 ഇത് എക്സ് പ്ലസ് 1ഉം ഈ എക്സ് പ്ലസ് 1ഉം കട്ടാവില്ലേ. അപ്പോൾ ബാക്കിയുള്ള ആരാ a ഇൻറ്റു എക്സ് പ്ലസ് 2. അതേപോലെ b/x + 2 ഇൻറ്റു ഇതാ ഈ സാധനം ചെയ്താൽ എന്ത് കിട്ടല് നമുക്ക് അത് കട്ടായി പോയിട്ട് b ഇൻറ്റു എക്സ് പ്ലസ് 1 ആയിട്ടില്ലേ. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ട സ്റ്റെപ്പ് എന്താ വെച്ചാൽ എനും ബിനും നമ്മൾ കണ്ടുപിടിക്കണം. അതെങ്ങനെ കണ്ടുപിടിക്കൽ വെച്ചാൽ ഓക്കെ നമ്മൾ അവരെ ഒഴിവാക്കണം. ഓക്കെ, അത് ഒഴിവാക്കണമെങ്കിൽ നമ്മൾ എക്സിന് ചില നമ്പേഴ്സ് കൊടുത്താൽ അവർ ഒഴിവാക്കി കിട്ടും. ഇപ്പോൾ ബി കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന് ഒഴിവാക്കുന്ന ആൾ കൊടുക്കണം, എന് കിട്ടണമെങ്കിൽ ബിന് ഒഴിവാകുന്ന ആൾ കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മളാണ് ഫസ്റ്റ് ആരാ എനെ കണ്ടുപിടിക്കുന്നുണ്ട് വിചാരിച്ചോ. അപ്പോൾ എൻ്റെ ടേം ഉണ്ടല്ലോ a ഇൻറ്റു എക്സ് പ്ലസ് 2, ബീൻ്റെ ടേം ഒക്കെ b ഇൻറ്റു എക്സ് പ്ലസ് 1. അപ്പോൾ ഇവിടെ എക്സിന് ഒരാളെ കൊടുത്താൽ ബി ഒഴിവായി കിട്ടും, പക്ഷേ എ ആടി ഉണ്ടാവും. അങ്ങനെ നമുക്ക് എ നമ്മൾ ഇക്കേട്ട് എക്ക് ഒരു നമ്പർ കിട്ടും നമുക്ക്. ആ അങ്ങനെയുള്ള നമ്പർ എന്താ വെച്ചാൽ എക്സിന് -1 കൊടുത്താൽ മതി. എക്സിന് -1 കൊടുത്താൽ എങ്ങനെ പോക്ക് ഇതാ എക്സിന് -1 കൊടുത്താൽ b ഇൻറ്റു -1 + 1 അത് 0 ആയില്ലേ. b ഇൻറ്റു -1 + 1 0 ആയി. a ഇൻറ്റു -1 + 2 1. a ഇൻറ്റു 1 വെച്ചാൽ a ആയി. ഇപ്പോഴത്തെ 1 തന്നെ ഇല്ലല്ലോ, ഇവിടെ എക്സ് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ 1 ഇസിക്കൽ ടു a. അപ്പോൾ a ഇസിക്കൽ ടു 1 നമുക്ക് കിട്ടിയില്ലേ. ഇനി അടുത്തത് ബി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എന്ത് ബി ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ a നോക്ക് a ഇൻറ്റു എക്സ് പ്ലസ് 2 ആണ്. അപ്പോൾ എനെ കളയണമെങ്കിൽ എക്സിന് -2 കൊടുത്താൽ -2 + 2 അത് 0 ആയി മാറും അല്ലേ. അപ്പോൾ a ഇൻറ്റു 0 വെച്ചാൽ 0. അപ്പോൾ ബീന് അപ്പോൾ എക്സിന് -2 ആ കൊടുത്തിട്ടില്ല ഓർക്കുക. ഓക്കെ, അപ്പോൾ -2 + 1 -1 ആണ്. ഓക്കെ, അപ്പോൾ b ഇൻറ്റു -1 b കിട്ടും. അപ്പോൾ -b ഇസിക്കൽ ടു 1 വെച്ചാൽ b ഇസിക്കൽ ടു -1. ഈ സ്റ്റെപ്പ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ എന്താ ഇപ്പോൾ ചെയ്യത്തില്ലേ നമുക്ക് ഓക്കെ എൻ്റെ ബിയിൽ വാല്യൂ നമുക്ക് കിട്ടണം. ഓക്കെ, അവർ രണ്ടാളും ഇക്വേഷൻസ് ഇവിടെ ഉണ്ട്. അപ്പോൾ എന് കിട്ടണമെങ്കിൽ ബീനെ ഒഴിവാക്കണം. അപ്പോൾ എക്സിന് -1 കൊടുത്താൽ b 0 ആവും, എ നമുക്ക് കിട്ടും. അതുപോലെ ബീനെ കിട്ടണമെങ്കിൽ a ഒഴിവാകണം. a ഒഴിവാകുന്ന ആൾ വെച്ചാൽ -2 കൊടുത്താൽ മതി. അപ്പോൾ b നമുക്ക് വാല്യൂ കിട്ടും. ഓക്കെ, ഇനി നമ്മൾ എന്താ നമുക്ക് ഐ ഇസിക്കൽ ടു എഴുതിയിട്ടില്ലേ. ഐ ഇസിക്കൽ ടു ഇങ്ങനെ അല്ലല്ലോ. അതിനെ ഈ ടേമിന് നമ്മൾ ഇങ്ങനെ ആക്കി എഴുതിയില്ലേ. എന് ബിനും കിട്ടിയില്ലേ. ഇങ്ങനെ ആക്കിയതിൽ എന് ബിനും കിട്ടി. എക്ക് 1 കൊടുക്കുക, ബിക്ക് -1 കൊടുക്കുക. അതിലൂടെ കൊടുത്തിട്ടുള്ളത് ഓക്കെ അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഇത് സബ്ട്രാക്ഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ഇൻ്റഗ്രേഷൻ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. 1/x + 1 മൈനസ് ഇൻ്റഗ്രൽ 1/x + 2. ഇതെന്താണ് സിമ്പിളി log mod x + 1 മൈനസ് log mod x + 2. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് log a minus log b is equal to log a by b. Okay, log a minus log b is equal to log a by b ആണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. നമുക്ക് ആൻസർ കിട്ടി. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നേരത്തെ ചെയ്ത സെയിം ടൈപ്പ് തന്നെയാണ്. എന്താണ് താഴെ എക്സ് + 1 x + 2 ആണുള്ളത്. അപ്പോൾ അതിനെ സ്പ്ലിറ്റ് ചെയ്ത് എയുടെ താഴെ x + 1 ബിയുടെ താഴെ x + 2 നമ്മൾ ഡിനോമിനേറ്ററിനെ കളയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു മൾട്ടിപ്ലൈ ബൈ ഇത് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും. പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നേരത്തെ 1 ഉണ്ടായത്. അതുകൊണ്ട് നമ്മൾ ഈ ഇക്വേഷൻ്റെ ഈ ഭാഗം നമ്മൾ അധികം കെയർ ചെയ്യത്തില്ല. പക്ഷെ നമ്മൾ എന് ബീനെ തന്നെ നമുക്ക് ഇവിടെ ഒഴിവാക്കിയിട്ട് അവർ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ എനെ കണ്ടുപിടിക്കണമെങ്കിൽ ബീനെ കളയണം. -1 കൊടുക്കണം. അപ്പോൾ -1 കൊടുക്കുമ്പം -1 കൊടുക്കുമ്പോൾ ഈടില്ലാക്ക് -1 കൊടുക്കാൻ മറന്നു പോയത്. ഓക്കെ, അപ്പോൾ -1 ഇസിക്കൽ ടു ഇങ്ങനെ കിട്ടും. ഓക്കെ, അങ്ങനെയാണ് കിട്ടുന്നത്. അവിടെ ഇപ്പുറത്തെ LHL ലെഫ്റ്റ് അല്ല LHSൽ എക്സ് ഉണ്ട് മറക്കരുത്. അപ്പോൾ -2 കൊടുക്കുമ്പം
LHLലും LHSലും -2 കൊടുക്കാൻ മറക്കരുത്. ഓക്കെ, അങ്ങനെ നമുക്ക് എൻ്റെയും ബിൻ്റെയും വാല്യൂ കിട്ടും. ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ എൻ്റെയും ബിൻ്റെയും വാല്യൂ കിട്ടും. എൻ്റെയും ബിൻ്റെയും വാല്യൂ കിട്ടും. ഓക്കെ, അപ്പോൾ എൻ്റെയും ബിൻ്റെയും വാല്യൂ കിട്ടിയതിന് ശേഷം നമുക്ക് ഓൾറെഡി ഒരു ഇക്വേഷൻ ഉണ്ട്. ഈ ഇക്വേഷനാണ് നമ്മൾ ഇങ്ങനെ ആക്കിയതാ. ഇതിൻ്റെ ഉള്ളിലുള്ള ആൾക്കാർ ഇങ്ങനെ ആക്കിയാൽ മതി. ഓക്കെ, ഇത് എനും ബിനും വാല്യൂ കൊടുത്തു. ആ വാല്യൂയുടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇൻ്റഗ്രേഷൻ നമ്മൾ പ്ലസ്സിൽ സ്പ്ലിറ്റ് ചെയ്യും. ഓക്കെ, 2 ഇൻ്റഗ്രൽ കിട്ടും. ഓക്കെ, ഇനി നമ്മൾ തന്നെ ചെയ്താൽ ഇത് ലോഗിൻ്റെ ഫോർമുല അല്ല, ലോഗ് മോഡ് ഇങ്ങനെ കിട്ടും. അപ്പോൾ ഇവിടെ പഠിക്കേണ്ട ഒരു ഇതാണ്, ഇവിടെ 2 ലോഗ് മോഡ് x + 2 അല്ലേ. അപ്പോൾ നമുക്കൊരു ഇതുണ്ട്, n log a വെച്ചാൽ log n raised to a ആണ്, log raised to n a ആണ്. ഓക്കെ, അതായത് ഇതാ log a raised to n വെച്ചാൽ n log a, ഇല്ലെങ്കിൽ n log a വെച്ചാൽ log a raised to n. അതായത് ഇവിടെ 2 log mod x + 2 ഉള്ളത് നമ്മൾക്ക് എങ്ങനെയാണ് ഇതാ log x + 2 raised to 2. ഓക്കെ, അതായത് ഇപ്പോൾ 3 log 2 ആണ് ഉള്ളതെങ്കിൽ നമുക്കത് log 2 raised to 3 എഴുതാം. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റേ log a - log b ചെയ്താൽ ഇത് കിട്ടും. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കിട്ടും. ഇതിപ്പോൾ ഏത് ഫോർമാറ്റിലുള്ളത്? നമ്മളുടെ ഈ ഫോർമാറ്റിലുള്ളത്. ഈ ഫോർമാറ്റിലാകുമ്പം a/x - a + b/x - a ഹോൾ സ്ക്വയർ. ഓക്കെ, അപ്പോൾ അത് അവിടെ നോക്കിയിട്ട് കൊടുക്കുക. ഇതിപ്പോൾ ഒരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ, സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ഉള്ളത് a/, നോക്കി കൊടുക്കുക. ഡിനോമിനേറ്റർ ഒഴിവാക്കണം. നേരത്തെ ചെയ്ത പോലെ തന്നെ ഇവിടെ ഡിനോമിനേറ്റർ ഒഴിവാക്കണം. ഡിനോമിനേറ്റർ ഒഴിവാക്കും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഇക്വേഷനാണ് നമ്മൾ ഉണ്ടാവില്ലേ. ഓക്കെ, ഈ ഇക്വേഷൻ നമുക്ക് കിട്ടും 3x - 1 = a × x + 2 + b. കാരണം ബി മാത്രമാകും. കാരണം എന്താ, x + 2 ഹോൾ സ്ക്വയർ ചെയ്യുമ്പോൾ താഴെ ബീൻ്റെ എടുക്കുക, താഴെ ഉണ്ട്. ഏത് താഴെ എന്തല്ലേ x + 2 ഹോൾ സ്ക്വയർ ഉണ്ട്. അപ്പോൾ ഇത് വെച്ച് ഇൻറ്റു ചെയ്യുമ്പോൾ ഇത് രണ്ടും കട്ടായി പോകും. അപ്പോൾ ബി ഒറ്റക്കാണ് താഴെ. നമ്മൾ എയിം എന്താ ഇവിടെ, നമുക്ക് എന്താ ഇവിടെ വേണ്ടത്, എനും ബിൻ്റെയും വാല്യൂ ഇപ്പോൾ നമുക്ക് കൊടുക്കാൻ വേണം. ആരെങ്കിലും കൊടുക്കണം എനിക്ക് ബിന് വാല്യൂ. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ബി കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. പക്ഷേ എ കണ്ടുപിടിക്കാൻ കുറച്ച് വേറെ വഴിയാണ്. ബി കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെ ബി കണ്ടുപിടിക്കല്? എനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് x + 2 അല്ലേ. അപ്പോൾ ആ ടേം 0 ആവണമെങ്കിൽ എക്സിന് -2 കൊടുത്താൽ പോരെ. എക്സിന് -2 കൊടുത്താൽ a × ഇത് 0 അപ്പോൾ 0. ഇപ്പോഴത്തെ ഭാഗത്തും എക്സ് ഉണ്ട് മറക്കരുത്. അപ്പോൾ 3x വരുമ്പോൾ എക്സിന് -2 കൊടുത്താൽ 3 × -2 -1. ഓക്കെ, അപ്പോൾ a × 0 + b. അപ്പോൾ b = -7 കിട്ടി. പക്ഷേ ഇനിയിപ്പോൾ നമ്മൾ എയ്ക്ക് ഒരാൾ കൊടുക്കും. എയ്ക്ക് എങ്ങനെ വാല്യൂ കണ്ടുപിടിക്കൽ? നോർമലി നമ്മൾ നേരത്തെ ചെയ്തപ്പോൾ നേരത്തെ കേസിൽ നമ്മൾ എനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ബീനെ കളയാൻ വേണ്ടിയിട്ട് x = -1 എടുത്തു. പക്ഷേ ഇവിടെ ബീൻ്റെ ഉള്ളിൽ ടേം ഇല്ല, ബി ഒറ്റക്കാണ്. ഓക്കെ, അങ്ങനെയുള്ള കേസിൽ ചില കേസ് വരും. ചില കേസ് വരുമ്പം എക്സിന് ഏതെങ്കിലും ഒരു വാല്യൂ കൊടുത്താൽ മതി. ഏതെങ്കിലും ഒരു വാല്യൂ, അത് എക്സ് പോവാത്ത എ കട്ടായി പോവാത്തൊരു വാല്യൂ. ഇപ്പോൾ എന് -2 കൊടുത്താൽ a 0 ആയില്ലേ. അപ്പോൾ -2 ഒഴികെയില്ല ഏതെങ്കിലും നമ്പർ കൊടുത്താൽ മതി. ഓക്കെ, സിമ്പിളി പുട്ട് x = 1 കൊടുത്താൽ മതി. x = 1 കൊടുത്തിട്ട് എക്സിന് എടുക്കെല്ലാം 1 കൊടുത്താൽ നമുക്ക് ഇങ്ങനെ ഉണ്ടാവും. ബീൻ്റെ വാല്യൂ നമുക്ക് ഓൾറെഡി അറിയാമല്ലോ. ബീൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ബീൻ്റെ വാല്യൂ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എക്സിന് എടുക്കെല്ലാം 1 കൊടുക്കുക. 1 ഏതെങ്കിലും ഒരു നമ്പർ കൊടുക്കുക, -2 ഒഴികെ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ലാസ്റ്റ് എക്ക് ഒരു വാല്യൂ കിട്ടും. ബീന് വാല്യൂ ആയി, എന് വാല്യൂ ആയി. ഇനി നമ്മൾ എന്താ നേരത്തെ ചെയ്ത പോലെ നമ്മളിവിടെ ഫസ്റ്റ് തന്നെ ഇക്വേഷൻ ആക്കി വെച്ചിട്ടുണ്ട്. ഇക്വേഷനിലെ ആൾക്കാരെ നമ്മൾ മാറ്റി ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. അതിൽ എനും ബീനും നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കിതാ ഇങ്ങനെ ഉണ്ടാവില്ലേ, ഇങ്ങനെ കിട്ടും. എന്നിട്ട് ഇൻ്റഗ്രേഷൻ സബ്ട്രാക്ഷനിൽ സ്പ്ലിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് എങ്ങനെ ഇത് ലോഗിൻ്റെ ഫോർമുല ഉള്ളത്. ലോഗിൻ്റെ ഫോർമുല ഉണ്ടാവില്ല 1/x എന്ന് പറഞ്ഞാൽ ലോഗ് മോഡ് x. ഓക്കെ, ആ ഫോർമുല ഉണ്ടാവും. ഇപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ 3 log a പറഞ്ഞാൽ log a raised to 3 ആണ്. അതാണ് ഇവിടെ നമ്മൾ ചെയ്തിട്ടുള്ളത്. നോക്കിക്കോ, 3 log x + 2 ഉള്ളതിന് നമ്മൾ എങ്ങനെ എഴുതി, log x + 2 raised to 3 എഴുതി. +c ഇടാൻ മറക്കരുത്. ഓക്കെ, അടുത്ത വെച്ചാൽ ഡിനോമിനേറ്ററിൽ 3 ടേം ഇങ്ങനെ വരുന്ന ഇതാണ്. ഓക്കെ, അപ്പോൾ നമ്മളെങ്ങനെ സ്പ്ലിറ്റ് ചെയ്യണം? നമ്മൾ ഫസ്റ്റത്തെ ഇതെല്ലാം പഠിച്ച എല്ലാവരും പഠിച്ച് സെറ്റായിട്ട് ഉണ്ടാകാൻ വിചാരിക്കുന്നു. a b c എന്ന് നമ്മൾ കൊടുക്കണം.
എ ബി സി ഇതാ എ ബി സി എ ബൈ എക്സ് മൈനസ് 1 പ്ലസ് ബി ബൈ എക്സ് മൈനസ് 2 പ്ലസ് സി ബൈ എക്സ് മൈനസ് 3. നമ്മൾ ഡിനോമിനേറ്ററിന് എല്ലാം കളയുണ്ട്. ഓക്കെ, ഈ ഡിനോമിനേറ്റർ നമുക്ക് കളയണം. ഈ ഡിനോമിനേറ്റർ നമുക്ക് കളയണമെങ്കിൽ ഇത് മൾട്ടിപ്ലൈ ത്രീ വോട്ട് ബൈ ആ ഡിനോമിനേറ്റർ. അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ കൊടുക്കുമ്പോൾ ഓരോ ടേമിനും എ ബൈ എക്സ് മൈനസ് 1 ഇൻറ്റു ആ ഡിനോമിനേറ്റർ ചെയ്താൽ എക്സ് മൈനസ് 1 കട്ടാവും. അപ്പോൾ അവർ എക്സ് മൈനസ് ടു മറ്റേ ഇവരും അതായത് എൻ്റെ പേരും ബാക്കി ഉണ്ടാവും ഇല്ലേ, എൻ്റെ പേര് ബാക്കി ഉണ്ടാവും. അതുപോലെ ബീൻ്റെ അടുത്തും ബാക്കി ഉണ്ടാവും, സീൻ്റെ അടുത്തും ബാക്കി ഉണ്ടാവും. ഇപ്പോഴത്തെ എക്സ് മാത്രം ഉണ്ടാവും. ഇനി നമ്മൾ ഓരോരാളെ എലിമിനേറ്റ് ആക്കണം. എന് കിട്ടണമെങ്കിൽ ഇപ്പം നോക്ക്, സീൻ്റെയിലും 1 ഉണ്ട്, ബീൻ്റെയിലും 1 ഉണ്ട്. ഓക്കെ, എൻ്റെയിൽ 1 ഇല്ല, 1 ടേമില്ല. ഓക്കെ, അപ്പോൾ എക്സിന് 1 കൊടുത്താൽ എ ഒഴുകില്ല ബാക്കി എല്ലാവരും 0 ടേമിലേക്ക് ആയി കിട്ടും. അത് ശ്രദ്ധിച്ച് നോക്കുക. ഇതാ എക്സ് മൈനസ് 1 ആയില്ലേ, അപ്പോൾ എക്സിന് 1 കൊടുത്താൽ ആ ടേം 0 ആയില്ലേ, അപ്പോൾ മൊത്തം ടേം സി ടേം മൊത്തം 0 ആയില്ലേ. അതുപോലെ തന്നെ ബീൻ്റെയിലും 1 ഉണ്ട്, എക്സ് മൈനസ് 1 ഉണ്ട്. അപ്പോൾ എക്സിന് 1 കൊടുത്താൽ അവർ സിയും ബിയും 0 ആയി കിട്ടും. അപ്പോൾ എ മാത്രം കിട്ടും, എവിൻ്റെ വാല്യൂ ടി. അതുപോലെ ബി കണ്ടുപിടിക്കണമെങ്കിൽ ബീൻ്റെയിൽ 2 ഇല്ല, 2 ടേം ഇല്ല, അതുകൊണ്ട് 2 കൊടുത്താൽ ബി മാത്രം കിട്ടും. ഒന്ന് നോക്കുക, എല്ലാവരും ചെക്ക് ചെയ്യുക. അതുപോലെ സീൻ്റെയിൽ 3 ടേം ഇല്ല, ബാക്കിയിലേക്ക് ഇതാ എക്സ് മൈനസ് 3 ഉണ്ട്, എക്സ് മൈനസ് 3 ഉണ്ട്. അപ്പോൾ എക്സിന് 3 എടുത്താൽ 3 മൈനസ് 3 0 ഇൻറ്റു ആ ടേം മൊത്തം 0. അപ്പോൾ സീന് വാല്യൂ കിട്ടി. ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻ്റഗ്രൽ എങ്ങനെ എഴുതിയിട്ടുണ്ടായി, ഇങ്ങനെ എഴുതിയിട്ടുണ്ടായിന്. ഇങ്ങനെ എഴുതിയ ഇക്വേഷൻ നമ്മൾ ഇങ്ങനെ ആക്കി. എ ബി സിക്ക് നമ്മൾ വാല്യൂ കൊടുത്തു, വാല്യൂയുടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിന് പിന്നെ ഇൻ്റഗ്രേഷൻ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാനിടക്ക് പോയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഓക്കെ, ഇവിടെ സ്പ്ലിറ്റ് ചെയ്യുക, ഇവിടെ മൈനസ് ആണ്, സ്പ്ലിറ്റ് ചെയ്യുക. ഇതിൻ്റെ അത് ലോഗിൻ്റെ ഉണ്ടാവില്ല എല്ലാ കേസും. ലോഗിൻ്റെ നമ്മൾ എങ്ങനെ എ മൈനസ് ബി എ ബൈ ബി എഴുതേണ്ട ആവശ്യമൊന്നുമില്ല, ഇങ്ങനെ തന്നെ എഴുതിയിട്ട് ആൻസർ അവിടെ ഫിനിഷ് ആയി. ഓക്കെ, ഇത് എന്താ നേരത്തെ പറഞ്ഞ അതേ കേസിന് 3 ആൾക്കാർ വരുന്നുണ്ട്, ഇങ്ങനെ കൊടുക്കുക. ഇവിടെ മേലിലെ ആളെ ശ്രദ്ധിക്കുക. ഓക്കെ, ഇവർക്ക് ഈ എക്സിന് നമ്മളിത് കൊടുക്കാൻ വേണ്ടി മറക്കരുത്. ഓക്കെ, ഇവിടെ കൊടുക്കുമ്പോൾ ഡിനോമിനേറ്റർ കട്ടാക്കാൻ വേണ്ടിയിട്ട് ഡിനോമിനേറ്റർ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ദെൻ എ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ളവർക്ക് അവരെ എക്സിന് അവർ കട്ടായി പോകാൻ പറ്റുന്ന വാല്യൂസ് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് അപ്പം നമ്മൾ ഫസ്റ്റത്തെ ഇക്വേഷനിൽ ഇക്വേഷൻ നമ്മൾ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ടല്ലോ, ഇക്വേഷനാണ്. അതിലേക്ക് എ ബി സിൻ്റെ വാല്യൂ കൊടുക്കുക. അപ്പോൾ നമുക്ക് വീഴുന്നത് ഫൈനൽ ആൻസർ. ഓക്കെ, നേരത്തെ ചെയ്ത പോലെ തന്നെ ഡൗട്ട് ഉള്ളവർ റീവൈൻഡ് ചെയ്ത് കാണുമോ. ഓക്കെ, ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ ഇതേത് ഫോർമാറ്റ്. ഓക്കെ, നമ്മൾ ഓർഡറിൽ തന്നെയാണ് പോകുന്നത്. ഇതിപ്പോൾ ഇതാ ഈ ഫോർമാറ്റിലല്ലേ, ഈ ഫോർമാറ്റിൽ വരുമ്പോൾ ഇതാ ഈ ഫോർമാറ്റ് ചെയ്തതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എ ബൈ എക്സ് മൈനസ് എ പ്ലസ് ബി ബൈ എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ ഫോർമാറ്റിലേക്ക് എത്തി ഇല്ലേ. ഇത് ഫോർമാറ്റ് ഇതിങ്ങനെ വരുമ്പം എ ബൈ എക്സ് മൈനസ് എ, ബി ബൈ എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ, പിന്നെ അതിന് ശേഷം സി ബൈ എക്സ് മൈനസ് എ. ഇതിൽ ആദ്യത്തെ ഈ സ്റ്റെപ്പ് വരും. എന്നിട്ട് ഇവിടെ എക്സ് മൈനസ് ബീനെ നമ്മൾ സീൻ്റെ താഴെ കൊടുക്കും. ഓക്കെ, അങ്ങനെ വരുമ്പോൾ ഇതാ ഇങ്ങനെ ഉണ്ടാവും. അങ്ങനെ നമ്മൾ എഴുതി കൊടുത്തിട്ടുണ്ട്. ഡിനോമിനേറ്റർ കളയാൻ വേണ്ടി ഡിനോമിനേറ്റർ ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. LHSലോ RHSലോ മൾട്ടിപ്ലൈ ചെയ്യുക. ഓരോ ടേമിനും എ ബൈ എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയർ എക്സ് പ്ലസ് സി. അപ്പോൾ കട്ടായി പോകേണ്ടവർ കട്ടായി പോകും. അപ്പോൾ ഇതാ ഇങ്ങനെയാണ് ബാക്കി ഉണ്ടാവില്ല, ഇങ്ങനെ ബാക്കിയുണ്ടാവും എ മൈനസ് എക്സ് മൈനസ് ബി പ്ലസ് എക്സ്. എയിൽ എക്സ് മൈനസ് 1 ഉണ്ട്, എക്സ് പ്ലസ് 2 ഉണ്ട്. അപ്പോൾ ബാക്കി രണ്ടാൾ കട്ടായി പോകുന്ന ഒരു കേസ് അവിടെ വരാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് ഫസ്റ്റ് നമ്മൾ ബീനെയോ സീനെയോ കണ്ടുപിടിക്കണം. കാരണം എനെ കട്ടാക്കാൻ പറ്റുന്ന എനെ കണ്ടുപിടിക്കേണ്ട രീതിയിൽ ബീനും സീനെയും ഒരുമിച്ച് കട്ടാക്കാൻ വേണ്ടി പറ്റില്ല. കാരണം ബീൻ്റെ ഇടം എന്താ എക്സ് പ്ലസ് 2, സീൻ്റെ ഇടം എക്സ് മൈനസ് 1. ബീനെ കട്ടാക്കണമെങ്കിൽ എക്സിന് -2 കൊടുക്കണം, സീനെ കട്ടാക്കണമെങ്കിൽ എക്സിന് -1 കൊടുക്കണം. സൈമൾട്ടേനിയസ്ലി നമുക്ക് എക്സിന് ബി ഇത് കട്ടാക്കാൻ വേണ്ടി പറ്റാത്തതുകൊണ്ട് എനെ നമ്മൾ പിന്നെ കണ്ടുപിടിക്കാം. ഓക്കെ, എനോട് പറയാം നീ അവിടെ നിൽക്ക്, ബാക്കിയുള്ളവരെ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് ബീനെ കണ്ടുപിടിക്കാൻ നോക്കിയാലോ. ബീൻ്റെ ടേം എക്സ് പ്ലസ് 2 ആണ് അല്ലേ. അപ്പോൾ എക്സിന് -2 കൊടുത്താലാണ് ബി പോക്ക്, എന്നാൽ -2 കൊടുക്കണ്ട. അപ്പോൾ എനെയും സീനെയും ഒഴിവാക്കാൻ അറിയില്ല നോക്കുക. സിയിലെ എക്സ് മൈനസ് 1 ഉണ്ട്, എക്സ് മൈനസ് 1 ഉണ്ട്, എയിൽ എക്സ് മൈനസ് 1 ഉണ്ട്. അതുകൊണ്ട് എക്സിന് നമ്മളെന്താ എക്സിന് 1 കൊടുത്താൽ എ ടേമും സി ടേമും കട്ടായി പോകും. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ ഉണ്ടാവില്ലേ, അപ്പോൾ ഇവിടെ 1 + 2 3b ആയി മാറും. അപ്പോൾ ഇപ്പുറത്ത് ഇതാ എക്സ് ഉണ്ട്, എക്സിന് എന്താ കൊടുത്താൽ 1 കൊടുത്തു. 1 = 0 + 3b + 0. അപ്പോൾ b = 1/3 നമുക്ക് കിട്ടിയില്ലേ, കിട്ടി. ഓക്കെ,
നെക്സ്റ്റ് നമ്മൾ അതിന് സി കണ്ടുപിടിക്കണം. എ ആയിട്ടില്ല, എനെ നമ്മൾ അവിടെ വെച്ചിട്ടുണ്ട്. ഇനി സിയും കൂടി കണ്ടുപിടിക്കണം. സീനെ കണ്ടുപിടിക്കണമെങ്കിൽ എനും ബിനും അറിയണം. ബിയിലെ x+2 ടേം ഉണ്ട്, എയിലെ x+2 ടേം ഉണ്ട്. ഓക്കെ, അപ്പോൾ എക്സിന് -2 കൊടുത്താൽ എയും ബിയും കട്ടായി പോലെ 0 0 ആവൂലേ. അപ്പോൾ ഇതിപ്പോൾ x-1 ആണല്ലോ. എക്സിന് നമ്മൾ എന്താ എടുത്തത്? -2 -2 -1 -3 ഹോൾ സ്ക്വയർ വെച്ചാൽ 9 ആണല്ലോ. 9 × c 9c. ഇപ്പുറത്ത് വെച്ചാൽ എന്താണ്? എക്സിന് -2 കൊടുത്തു. അപ്പോൾ -2 = 9c. അപ്പോൾ c = -2/9. ഓക്കെ, ഇനി നമുക്ക് എനെ കണ്ടുപിടിക്കും. ഇനി നമ്മൾ എനെ കണ്ടുപിടിക്കാൻ പോവാം. നമ്മൾ നേരത്തെ ചെയ്തൊരു കേസ് പോലെ തന്നെയാണ്. കാരണം എന്താണ്, എനെ കണ്ടുപിടിക്കാൻ ബീൻ്റെ അടുത്ത് ടേം ഉണ്ടായിട്ടില്ല. അപ്പോൾ നമ്മൾ എ കട്ടായി പോവാത്ത ഏതെങ്കിലും ഒരു വാല്യൂ കൊടുക്കുക. ഇതെടുത്ത് -2 -2 -1 -3 ഹോൾ സ്ക്വയർ വെച്ചാൽ 9 ആണല്ലോ. 9 × c 9c. ഇപ്പുറത്ത് വെച്ചാൽ എന്താണ്? എക്സിന് -2 കൊടുത്തു. അപ്പോൾ -2 = 9c. അപ്പോൾ c = -2/9. ഓക്കെ, ഇനി നമുക്ക് എനെ കണ്ടുപിടിക്കും. ഇനി നമ്മൾ എനെ കണ്ടുപിടിക്കാൻ പോവാം. നമ്മൾ നേരത്തെ ചെയ്തൊരു കേസ് പോലെ തന്നെയാണ്. കാരണം എന്താണ്, എനെ കണ്ടുപിടിക്കാൻ ബീൻ്റെ അടുത്ത് ടേം ഉണ്ടായിട്ടില്ല. അപ്പോൾ നമ്മൾ എ കട്ടായി പോവാത്ത ഏതെങ്കിലും ഒരു വാല്യൂ കൊടുക്കുക. ഓക്കെ, ഈ കേസിൽ ബിയും സിയും എയും കട്ടായി പോവാത്ത വാല്യൂ കൊടുക്കുക. കാരണം ബിയും സിയും നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ അവരെ വാല്യൂ നമ്മളോട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് എനെ കണ്ടുപിടിക്കും. ഇതിന് സഹായിക്കും. ഓക്കെ, അപ്പോൾ എയും ബിയും സിയും കട്ടായി പോവാത്ത ഏതെങ്കിലും ഒരു വാല്യൂ എക്സിന് കൊടുക്കുക. അതായത് x = 3 കൊടുത്തു നമ്മൾ. ഓക്കെ, അപ്പോൾ 3 വരട്ടെ. ഇപ്പോൾ എക്സിന് എടുക്കെല്ലാം 3 കൊടുക്കുക. 3 കൊടുത്താൽ നമുക്ക് 20 കിട്ടും. ഇനി നമ്മൾ ബിയും സിയും കണ്ടുപിടിച്ചിട്ടുണ്ട്. ബി വെച്ചാൽ 1/3 ആണ്, സി വെച്ചാൽ -2/9 ആണ്. നമ്മളിത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് a = 2/9 കിട്ടും. ഓക്കെ, സൂക്ഷിച്ച് സോൾവ് ചെയ്തതിന് ശേഷം നമ്മൾ ഫസ്റ്റിലെ ഫോം നമ്മൾ എന് വാല്യൂ കൊടുക്കുക, ബിക്ക് വാല്യൂ കൊടുക്കുക, സിക്ക് വാല്യൂ കൊടുക്കുക. നേരത്തെ ഒരു ഡിഫിക്കൽട്ടി ഇല്ല. സ്പ്ലിറ്റ് ആക്കാനെടുത്താൽ സ്പ്ലിറ്റ് ആക്കുക. ഏത് ഫോമിലാണ് ലോഗ് വരുന്ന ഫോമുല ഉണ്ടാവില്ല. ലോഗ് വരുന്ന ഫോമുല അങ്ങനെ തന്നെ സൂക്ഷിച്ച് അധികം സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അവിടെ തന്നെ വെക്കുക. ലോഗിൻ്റെ എഴുതിയിട്ട് വിടുക. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്കൊന്നുകൂടെ നോക്കാം. ഈ ക്വസ്റ്റ്യൻ നോക്കുക. ഇതൊരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലാണ് കേട്ടോ. ശ്രദ്ധിക്കണം, ഇതൊരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലാണ്. അതായത് ഏത് ഫോർമാറ്റിലല്ലേ? ഈ ഫോർമാറ്റിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മളെങ്ങനെ a/x - a × bx + c / x² + bx + x² + 1 ആണ് ഇവിടെ ഉള്ളതെങ്കിലും അതൊരു ഈ ഫോർമാറ്റിൽ വരുന്നതാണ്. ഓക്കെ, അത് ശ്രദ്ധിക്കുക. ഏത് ഫോർമാറ്റിലാണ് വരുന്നതെന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്യുക. ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ക്വസ്റ്റ്യൻ കണ്ടില്ലേ? ക്വസ്റ്റ്യൻ ഇവിടെ ഉണ്ട്. ഓക്കെ, ഇതാ ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ തന്നിരിക്കുന്ന ഏത് രൂപത്തിലാണെന്ന് മനസ്സിലാക്കുക. ഇത് bx + c ഇത് അങ്ങനെ കൊടുക്കുക. എല്ലാ സ്റ്റെപ്പിലും സെയിം സ്റ്റെപ്പ് തന്നെയാണ്. ഡിനോമിനേറ്റർ കട്ടാക്കാൻ വേണ്ടി ഡിനോമിനേറ്റർ ടേം ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ a b c ഇവിടെ പക്ഷേ ഇവിടെ ശ്രദ്ധിക്കണം. bx + c × x + 2 ആണ്. bx + c × x + 2. bx + c ഒരു കട്ടക്കാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓരോരോ ആൾക്കാരെ കണ്ടുപിടിക്കാനായി നമ്മൾ പോകുന്നത്. എനെ കണ്ടുപിടിക്കുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, ഇതിൽ ഫസ്റ്റ് നമുക്ക് എനെ നല്ല വൃത്തിക്ക് ഫസ്റ്റ് കണ്ടുപിടിക്കുക. കാരണം bx + c × x + 2 ആണല്ലോ. ഓക്കെ, അപ്പോൾ എക്സിന് -2 കൊടുത്താൽ ആ bx + t അങ്ങനെ തന്നെ ഒഴിവായി കിട്ടും. അപ്പോൾ നമുക്ക് ഇവിടെയും കൊടുക്കാൻ മറക്കരുത്. -2² + -2 + 1. അപ്പോൾ എങ്ങനെയുണ്ട്? ഇപ്പുറത്ത് 3 കിട്ടും, ഇപ്പുറത്ത് 5 കിട്ടും. കാരണം ഇത് ചെയ്യുമ്പോൾ നമുക്ക് 5 കിട്ടും. അത് ശ്രദ്ധിച്ച് കൊടുക്കുക. രണ്ട് ഭാഗത്ത് കൊടുക്കാൻ വേണ്ടി മറക്കരുത്. ഈ ടേം ഒഴിവാക്കി കിട്ടും. എനെ കണ്ടുപിടിക്കണമെങ്കിൽ ബിനെ സിനെ ഒഴിവാക്കേണ്ട ടേം എക്സിന് ഇട്ട് കൊടുക്കുക. അങ്ങനെ പറ്റുന്നില്ലെങ്കിൽ ബാക്കിയുള്ളവരെ കണ്ടുപിടിച്ച് പിന്നെ ലാസ്റ്റ് അവരെ ഉപയോഗിച്ചിട്ട് എനെ കണ്ടുപിടിക്കുക. ഓക്കെ, അത് ഒന്ന് തിങ്ക് ചെയ്ത് ചെയ്യേണ്ടത്. ഓക്കെ, നമ്മൾ എനെ വാല്യൂ കിട്ടി. ഇനി നെക്സ്റ്റ് സീൻ്റെ ഓക്കെ, സീൻ്റെ കേസ് ഓക്കെ. സീൻ്റെ കേസിൽ bx + c ആണല്ലോ. bx + c ആണ്. ഓക്കെ, അപ്പോൾ എക്സിന് 0 കൊടുത്താൽ ഇവിടെയാണ്. എക്സിന് 0 കൊടുത്താൽ സിക്ക് എന്തെങ്കിലും പറ്റുമോ നോക്കിയേ. എക്സിന് 0 കൊടുത്താൽ സിക്ക് ഒന്നും പറ്റില്ല. പക്ഷേ എ ഒഴിവായി കിട്ടും. 0 + എ ഒഴിവായി കിട്ടില്ല. ബി ഒഴിവായി കിട്ടും. കാരണം ഇത് ഇവിടെ പ്ലസ് ആണെന്നുള്ളത്. പക്ഷേ എ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. അതാണ് എ ഓൾറെഡി കണ്ടുപിടിച്ചു. എക്ക് നമ്മൾ പിന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ എ ഒഴിവായി കിട്ടില്ല.
ഓക്കെ. പക്ഷേ ഇതാ ബി ഒഴിവായി കിട്ടും, കാരണം ബി ഇൻറ്റു എക്സ് ആണ്, എക്സിന് 0 കൊടുത്താൽ ബി ഒഴിവായി കിട്ടും. പക്ഷേ എ ഒഴിവാവണമെന്നില്ല, കാരണം നമ്മൾ ഓൾറെഡി എ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവനെ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതാ ഇവിടെ കൊടുക്കാം. അപ്പോൾ ഇവിടെ കൊടുക്കുമ്പോൾ എന്താ എ ഉണ്ടാവും, 2c ഉണ്ടാവും, കാരണം ഇവിടെ +2 ആണെന്നില്ലേ, x+2. അപ്പോൾ c × 2c ഉണ്ടാവും. എൻ്റെ വാല്യൂ നമുക്കറിയാം, ഇതിൻ്റെ വാല്യൂ എത്ര 3/5. അതവിടെ കൊടുത്താൽ നമുക്ക് c = 1/5 ഉത്തരം കിട്ടും. ഓക്കെ. ഇനി നെക്സ്റ്റ് ബി കണ്ടുപിടിക്കണം. ബി കണ്ടുപിടിക്കണമെങ്കിൽ എക്സിന് സിമ്പിളി 1 കൊടുത്താൽ മതി. അതാരും ഇങ്ങനെ കട്ടായി പോകാത്ത രീതിയിൽ എല്ലാവരും നിൽക്കുന്ന രീതിയിൽ ഏതെങ്കിലും ഒരു നമ്പർ കൊടുത്താലും മതി. എക്സിന് 1 കൊടുത്താൽ അത്രയും എളുപ്പം, കാരണം b × x ബി മാത്രമായി കിട്ടും, അല്ല ഓവർ കോംപ്ലിക്കേറ്റഡ് ആക്കേണ്ട ആവശ്യമില്ല. ഓക്കെ. എക്സിന് 1 കൊടുക്കുക, എല്ലായിടത്തും കൊടുത്ത് നോക്കുക, ഈക്വേഷൻ കിട്ടും. എൻ്റെ വാല്യൂ നമുക്കറിയാം, എ എത്ര 3/5 ആണ്, സി എത്ര 1/5 ആണ്. 3/5 1/5 ഇൻറ്റു ചെയ്ത് കൊടുത്തു. ലാസ്റ്റ് നമുക്ക് കിട്ടാൻ പോകുന്ന ആൻസർ ബി 2/5. നമ്മൾ ഇങ്ങനെയുള്ള ഇങ്ങനെ എഴുതി എനും ബിനും സിനും എല്ലാം നമ്മൾ വാല്യൂ കൊടുത്തിട്ട് ഇങ്ങനെ എഴുതി. ഓക്കെ. ഇനി ജസ്റ്റ് ഇൻ്റഗ്രേഷൻ സ്പ്ലിറ്റ് ചെയ്തോ. ഓക്കെ. സ്പ്ലിറ്റ് ചെയ്തതിന് ശേഷം കോൺസ്റ്റൻറ്റ് ടേംസിനെ പുറത്തെടുക്കുക. ബാക്കിയുള്ള സിമ്പിൾ ഇൻ്റഗ്രേഷൻ സ്റ്റെപ്സ് ആണ്, ഏതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതെന്ന് വിചാരിക്കും. അത് ശ്രദ്ധിച്ച് നോക്കുക. ഓക്കെ. ശ്രദ്ധിച്ച് നോക്കിയിട്ട് തന്നെ ചെയ്യുക. അപ്പോൾ ഇവിടെ ലോഗിൻ്റെ അല്ല വരുന്നത്, ഇവിടെ 1/x² + 1² രീതിയിലതാ. അതായത് എന്താ ഇൻ്റഗ്രേഷൻ 1/a² അല്ല x² + a² എന്താണ് 1/a tan 1x/a. ഓക്കെ. അതുകൊണ്ടാണ് പറയുന്നത് പെർട്ടിക്കുലർ ഫംഗ്ഷൻസിന് ഇത് പഠിച്ചിട്ടേ ഇത് കാണാൻ വേണ്ടി പറ്റുള്ളൂ, കാരണം അത് വെച്ചിട്ട് ഇത് ചെയ്യാൻ വേണ്ടി, അതറിയില്ലെങ്കിൽ ഇതിപ്പോൾ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ലല്ലോ. ഫൈനൽ ആൻസർ ഇല്ലെങ്കിൽ മാർക്ക് പോയില്ലേ. ഓക്കെ. അതുകൊണ്ട് അത് പഠിച്ചിട്ട് മാത്രം ഇങ്ങോട്ട് വരും. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഒരു റെയർ, അതായത് ഒരു യൂണിക് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. നമ്മളുടെ ഇത് x² + 1 + x² + 4 ഈ ഒരു ഫോർമാറ്റ് നമ്മൾ ഇവിടെ കാണുന്നുണ്ടോ? ഇല്ലല്ലോ. ഓക്കെ. ഇതൊരു റെയർ ടൈപ്പാണ്. ക്വസ്റ്റ്യൻ പേപ്പർ ഇപ്പോൾ എത്ര ടഫാക്കിയാലും എങ്ങനെ ചോദിച്ചാലും നമുക്ക് ഉറപ്പായിട്ടും നമുക്കിത് ചെയ്യാൻ വേണ്ടി ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. ഈ വീഡിയോയിൽ കാണുന്നത് അതാണ് ഇതിൻ്റെ ബെനിഫിറ്റ്. ഓക്കെ. അപ്പോൾ നമ്മളിതെങ്ങനെ ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. ഓക്കെ. ഇങ്ങനെ വന്നാൽ നമ്മൾ എങ്ങനെ ചെയ്യും നമുക്ക് നോക്കാം. തന്ന ഇൻ്റഗ്രൽ നമ്മൾ എങ്ങനെ ആക്കിയതോ, ഇങ്ങനെ ഒരു ഇൻ്റഗ്രൽ നമ്മൾ ചെയ്യാൻ വേണ്ടി പഠിച്ചിട്ടില്ല. അപ്പോൾ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കും. ഓക്കെ. ശ്രദ്ധിക്കുക, എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. നമ്മളിതാ x² ന് t കൊടുക്കുക, x² നമ്മൾ t ജസ്റ്റ് കൊടുക്കുക, x² അങ്ങനെ t, അപ്പോൾ t/t + 1 + t + 4. ഇത് ചില ഫസ്റ്റ് നമ്മൾ ചെയ്ത് തന്നെ അല്ലേ, ഇത് x/x + 1 × x + 4 ചെയ്യുക. നോർമലി ചെയ്യുന്ന പോലെ ചെയ്യുക. a കണ്ടുപിടിക്കുക, b കണ്ടുപിടിക്കുക. ഓക്കെ. നോർമലി ചെയ്യുന്ന പോലെ തന്നെ ചെയ്യുക. ഇനിയിപ്പോൾ ഏത് ഫോർമാറ്റിലുണ്ടാവില്ലേ, ഇവിടെ തമ്മിൽ എത്താം, t + 1 + t + 4 ഉണ്ടാവും. അതിനുശേഷം ടീന് നമ്മൾ ആരാണ് ഉണ്ടായത് അവരെ കൊടുക്കുക. ടീന് ആരാണ് ഉണ്ടായത് അവരെ കൊടുക്കുക. x² ആണ് ഉണ്ടായത്, x² കൊടുക്കുക. ഓക്കെ. ബാക്കിയുള്ളതൊക്കെ ബേസിക് ഇൻ്റഗ്രേഷൻ സ്റ്റെപ്സ് ആണ്, നമ്മൾ ഓൾറെഡി പഠിച്ച പെർട്ടിക്കുലർ ഫംഗ്ഷൻസിലൊക്കെ പഠിച്ചതാണ്. ഓക്കെ. അത് വെച്ച് നമുക്ക് ഫൈനൽ ആൻസർ കിട്ടും. ഓക്കെ. അപ്പോൾ പെർട്ടിക്കുലർ ഫംഗ്ഷൻസ് നല്ലത് പഠിച്ച് ഇൻ്റഗ്രേഷൻ എല്ലാം സ്റ്റാൻഡേർഡ് റിസൾട്ട്സ് എല്ലാം പഠിച്ച ഒരാൾക്ക് ഇത് ഷുവറായിട്ടും നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി അടുത്തതാണ് നമ്മൾ നേരത്തെ പാഠത്തിൻ്റെ തുടക്കത്തിൽ നമ്മൾ റാഷണൽ ഫംഗ്ഷൻ പറയുമ്പോൾ ഇംപ്രോപ്പർ ആണ് പറഞ്ഞിട്ടുണ്ട്. ഇംപ്രോപ്പർ ഫംഗ്ഷൻ വെച്ചാൽ ഒന്നെങ്കിൽ 2 ഡിഗ്രി സെയിം, ഇല്ലെങ്കിൽ ന്യൂമറേറ്റർ ഡിഗ്രി മേലെ അങ്ങനെ വരുന്ന കേസിൽ. ഓക്കെ. അങ്ങനെ വരുന്ന ഒരു കേസാണ് ഇത്. നോക്കിക്കോ, x² + 1 / x² - 5x + 6. ഇതിൻ്റെ പ്രത്യേകത എന്താ? ന്യൂമറേറ്റർ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലാണ്, ഡിനോമിനേറ്ററും സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലാണ്. അപ്പോൾ നമ്മൾ ഇത് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇത് നമ്മൾ എങ്ങനെ ഏത് രൂപത്തിലാണ് ഒരു പ്രോപ്പർ ഫംഗ്ഷൻ ആക്കിയിട്ട് എഴുതണം. ഓക്കെ. അതിന് ചെയ്യാൻ പോകുന്ന സ്റ്റെപ്സ് ഇത് ശ്രദ്ധിച്ച് നോക്കുക. ഓക്കെ. എക്സാം ടഫ് ആക്കുന്നുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും വരും. ഓക്കെ. വരാണ്ടിരിക്കുന്നൊന്നും ഒരു ഉറപ്പില്ല. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ നോക്കൂ. ഓക്കെ. ഇതൊരു ഇംപ്രോപ്പർ ഫംഗ്ഷൻ അല്ലേ, അതേപോലെ ഒരു ഇംപ്രോപ്പർ ഫംഗ്ഷനാണ് 9/2, ഇംപ്രോപ്പർ റാഷണൽ ഫംഗ്ഷൻ വരുന്നത്. ഓക്കെ. അപ്പോൾ ഇതിന് നമ്മളെങ്ങനെ പ്രോപ്പർ ആക്കില്ല വെച്ചാൽ 2 വെച്ചിട്ട് നമ്മളതിനെ ഡിവൈഡ് ചെയ്യും. ഇത് ഡിനോമിനേറ്റർ വെച്ചിട്ട് ന്യൂമറേറ്ററിനെ ഡിവൈഡ് ചെയ്യും. ഓക്കെ. അപ്പോൾ ഇങ്ങനെ റിമൈൻഡർ 1 വരും, 4 പോകും. അപ്പോൾ നമ്മളതിനെ ഇങ്ങനെ ഈ ഫോർമാറ്റിലേക്ക് എഴുതിയാൽ അതിപ്പോൾ ഒരു പ്രോപ്പർ ഫംഗ്ഷനായി. ഇതേ സ്റ്റെപ്പാണ് നമ്മളിതാ ഇവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇങ്ങനെ ശ്രദ്ധിച്ച് നോക്കിക്കോ. ഓക്കെ. ഇങ്ങനെയാണുള്ളത്.
ഇതിപ്പം രണ്ടാളുടെയും ഡിഗ്രി സെയിം ആണ്. ഓക്കെ, അപ്പോൾ ഇതൊരു പ്രോപ്പർ ഫംഗ്ഷൻ അല്ല, ഇംപ്രോപ്പർ ഫംഗ്ഷൻ ആണ്. അപ്പോൾ ഇതിനെ പ്രോപ്പർ ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ന്യൂമറേറ്റർ ഇല്ലേ, ന്യൂമറേറ്റർ x² പ്ലസ് ഇതിപ്പോൾ 0x അല്ലേ ഉണ്ടാവില്ലേ, എക്സിന് കോഎഫിഷ്യൻ്റ് ഇല്ലാത്തതുകൊണ്ട് 0x+1, ഒരു ഡൗട്ടൊന്നുമില്ലല്ലോ. x²+1 വെച്ചാൽ x² + 0x+1, അത് നമ്മൾ എന്ത് വെച്ചിട്ട് ഡിനോമിനേറ്റർ വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. ഡിനോമിനേറ്റർ വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇതാ x² ഒരിക്കൽ പോകുന്നുണ്ട്, പക്ഷേ എന്നാൽ ബാക്കിയിൽ പോകുന്നുണ്ടാവില്ല. അതുകൊണ്ട് അതിനെ സബ്ട്രാക്ട് ചെയ്യുക, സിമ്പിളി ജസ്റ്റ് സബ്ട്രാക്ട് ചെയ്യുക. ഓക്കെ, മനസ്സിലാക്കുക. സിമ്പിളി നമ്മളിവിടെ സബ്ട്രാക്ട് ആണ് ചെയ്യുന്നത്. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇതാ x² കട്ടാവും, 0x മൈനസ് 5x വരും, മൈനസ് പ്ലസ് 5x ആവും. പിന്നെ 1 - 6 ആവരുത്, 1 - 6 വരുമ്പോൾ -5 വരും. ഓക്കെ, അപ്പോൾ 5x - 5. നമുക്ക് ഇതിന് എങ്ങനെയാ ഇതാ ഇപ്പോൾ നോക്കുക, 9 2 കൊണ്ട് മേലെ 4 ഉണ്ട്, റിമൈൻഡർ 1 വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനെ എഴുതുമ്പോൾ പ്രോപ്പറായിട്ട് എഴുതുമ്പോൾ ഇതാ മേലെ കിട്ടിയ ആൾ എത്ര 1 പ്ലസ് അതായത് 4 പ്ലസ്, അതേപോലെ എന്താണ് റിമൈൻഡർ കിട്ടിയ ആൾ 1 പിന്നെ ഇൻറ്റു ചെയ്ത ഡിനോമിനേറ്റർ. ഓക്കെ, റിമൈൻഡർ കിട്ടിയ ആൾ പിന്നെ നമ്മൾ ഓൾറെഡി ഉണ്ടായ ഡിനോമിനേറ്റർ. ഇതിപ്പോൾ ഒരു പ്രോപ്പർ ഫംഗ്ഷൻ്റെ രൂപത്തിലല്ലത്. ഓക്കെ, ഇനി പ്രോപ്പർ ഫംഗ്ഷൻ്റെ രൂപം നമ്മൾ ഇനി ചെയ്യാൻ വേണ്ടി അധികം പറയണ്ടല്ലോ. ഇത് ഏത് ഫോർമാറ്റിലല്ലേ, ഒരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ഉണ്ട്, 4 സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ഉണ്ട്. a b ആയിട്ട് സ്പ്ലിറ്റ് ആക്കി എഴുതുക, ഇങ്ങനെ എഴുതുക. എന് ബിന് കിട്ടുന്ന വാല്യൂ കണ്ടുപിടിക്കുക, ഈസി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇവിടെ 3 ആയിട്ട് കട്ടാക്കണമെന്നേ ഉള്ളൂ. 1dx ഉണ്ടാവും, 5 - 8 ഇതുണ്ടാവും. ലോഗിൻ്റെ ഫോർമാറ്റിൽ അതിൽ ആൻസർ കിട്ടി. ഓക്കെ, അപ്പോൾ ആകെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതെങ്ങനെയില്ലോ, ഇതെങ്ങനെ വരുന്നതെന്ന് മാത്രം ഒന്ന് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് വെച്ച് നോക്കിയാൽ മതി. ഇതാ ഓക്കെ, സിമ്പിളി നമ്മൾ എന്താ ഇവിടെ ചെയ്തത്, നമ്മൾ ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്റർ വെച്ച് ഡിവൈഡ് ചെയ്തു. ഇതാ ഈ ഒരു കേസ് ആലോചിച്ചത്, 9/2 നമ്മൾ 2 വെച്ച് ഡിവൈഡ് ചെയ്തു. മേലെ ഇല്ല ആൾ നമ്മൾ ഫസ്റ്റ് എഴുതി, റിമൈൻഡർ ഇട്ട ആളും മറ്റേ ആളും കൂട്ടിയിട്ട് ഇങ്ങനെ എഴുതി. അപ്പോൾ ഒരു പ്രോപ്പർ ഫംഗ്ഷനായി. ഇവിടെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതേ ഫോർമാറ്റ് ക്വസ്റ്റ്യൻ ഉണ്ടായാലും ഇത് ഒന്ന് നേരാണോ ചെയ്ത് നോക്കിയാൽ നമുക്കത് സൂപ്പർ സെറ്റാക്കി എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ റിമൈൻഡർ വരുന്നത് 5x + 5 ആണ്. അപ്പോൾ മേലില്ല ആളെ ഫസ്റ്റ് എഴുതുക, പിന്നെ റിമൈൻഡർ ഇട്ടുന്നാലും ഡിനോമിനേറ്റർ എഴുതുക. ബാക്കിയുള്ള വെച്ചാൽ നോർമലി ഫസ്റ്റ് ചെയ്ത രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് ഓക്കെ, ഇതുവരെ ചെയ്ത ക്വസ്റ്റ്യൻസ് എല്ലാം ഒന്ന് നേരാവണ്ണം ചെയ്ത് നോക്കുക. ഓക്കെ, ഇതിൻ്റെ ഇതെല്ലാം സ്റ്റെപ്സിലെല്ലാം ഇതായുടെ ഡൗട്ടൊക്കെ ഉണ്ടാവും. അത് നമ്മൾ നേരത്തെ ഓൾറെഡി പർട്ടിക്കുലർ ഫംഗ്ഷൻസിലൊക്കെ ചെയ്തതാണ്. അതുകൊണ്ട് അത് കുറച്ചും കൂടി നല്ലൊരു കാണാം, അത് സെറ്റാക്കി എടുക്കുക. അന്നാത്ര ഇത് അങ്ങോട്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഇതിൻ്റെ സംഭവം വെച്ചാൽ ABC ഫോർമാറ്റിലാക്കിയിട്ട് എനും ബിനും കണ്ടുപിടിച്ചിട്ട് ചെയ്യേണ്ടതേ ഉള്ളൂ. അധികം ബുദ്ധിമുട്ടൊന്നുമില്ല വിചാരിക്കുന്നു. ഇതൊക്കെ സ്റ്റാൻഡേർഡ് റിസൾട്ട്സ് പക്കയായിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പോൾ പാർഷ്യൽ ഫ്രാക്ഷൻ എല്ലാവർക്കും സൂപ്പർ സെറ്റ് ആയിട്ടുണ്ടാകും വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവരും നല്ലയിടത്തേക്ക് പഠിക്കുക.